ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു PSC ചലഞ്ചർ ഓഫ് ഡെയിലി കറണ്ട് അഫേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഈ ഒരു കറണ്ട് അഫേഴ്സ് സെഷൻ ഉണ്ട്. ഡെയിലി ഉള്ള കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. www.challengerup.in നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് ആണ്. കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വെബ്സൈറ്റ് വഴി കോഴ്സ് പർച്ചേസ് ചെയ്യും. ഇത് www.challengerup.in വെബ്സൈറ്റിലേക്ക് കയറുക. അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അത് ബൈ നൗ കൊടുത്ത് പർച്ചേസ് ചെയ്യാം. കാരണം നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ ലൈവ് റെക്കോർഡഡും ആണ്. നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ISRO മുൻ ചെയർമാൻ S സോമനാഥിനെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി നിയമിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കർണാടക. ഏതായിരുന്നു സോമനാഥിനെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായിട്ട് നിയമിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ്. അവിടുത്തെ 2 വർഷമാണ് ഇതിന്റെ കാലാവധി. ബഹിരാകാശ ഗവേഷണം, അതുപോലെ വ്യവസായ ആപ്ലിക്കേഷനുകൾ, ഭരണം, ഇതിലൊക്കെ സർക്കാരിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ഉപദേശകനായി നിയമിച്ചിരിക്കുന്നത്. കാലാവധി 2 വർഷം. സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആതിഥേയ രാജ്യങ്ങളല്ലാതെ 2026 നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി അർജന്റീന, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ബ്രസീൽ. ഏതാണ്? ആതിഥേയ രാജ്യങ്ങളല്ലാതെ 2026 നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ രാജ്യം ഏതാണ്? യെസ്, അത് ജപ്പാനാണ്. അപ്പൊ 2026 ഈ ഫിഫ ലോകകപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ കാനഡ, മെക്സിക്കോ, USA ആണ്. അപ്പൊ ഈ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ യോഗ്യതാ മത്സരം ഇല്ലാതെ തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പൊ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾക്ക് യോഗ്യതാ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, അതിനകത്ത് അല്ലാതെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കാം. അപ്പൊ വേദി എന്ന് പറയുന്ന കാനഡയും മെക്സിക്കോ USA അപ്പൊ ആദ്യമായിട്ട് അതിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയത് ജപ്പാനാണ്. ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണവും കൂടി ഓർത്തു വെച്ചേക്കുക. 48 ടീമുകളാണ് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. വേദി കാനഡ, മെക്സിക്കോ, USA 2026. അപ്പൊ ഇതിനകത്തില് ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ജപ്പാനാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം, തെലങ്കാന, ഗുജറാത്ത്, പഞ്ചാബ്. ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒന്ന് ഓർത്തു വെച്ചോളൂ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട്. ആംഗ്യഭാഷയിലൊക്കെ സംസാരിക്കുന്ന പണ്ടത്തെ ഒരു സിനിമ, ആ ഒരു മൂവി നിങ്ങൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും. ആംഗ്യഭാഷ നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? അത് ഇന്ത്യൻ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പഞ്ചാബ്. ഒരു ദിലീപിന്റെ ഒരു പഞ്ചാബി ഹൗസ് മൂവിയിൽ ഇങ്ങനെ ആംഗ്യഭാഷയിലൊക്കെ സംസാരിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പേരും കൂടി ഓർത്തു വെച്ചേക്കുക. ഭഗവന്ത് മാൻ. ആം ആദ്മി പാർട്ടിയുടെ ഭഗവന്ത് മാനാണ് പഞ്ചാബ് മുഖ്യമന്ത്രി എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം? ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, നെതർലാൻഡ്. ഇത് ഞങ്ങളുടെ സ്ഥാനം വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവിടെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒരു രാജ്യം. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്ത് വന്നാലും ഞങ്ങളുടെ സ്ഥാനം തരില്ല നിങ്ങൾക്ക്. ഏത് രാജ്യമാണ്? അതിപ്പോ തന്നെ ആൻസർ കിട്ടിയില്ലേ? ആരാണ് 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ഫിൻലാൻഡ് ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. തുടർച്ചയായിട്ട് 8ാം വർഷമാണ് ഫിൻലാൻഡ് 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. അറിയാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനം തരില്ല. 2ാമത് നിൽക്കുന്നത് ഡെൻമാർക്ക് ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ട് 2ാമത് നിൽക്കുന്ന രാജ്യം ഡെൻമാർക്ക് ആണ്. 1 ഫിൻലാൻഡ് ആണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഫിൻലാൻഡ് ആണ് ഈ സ്ഥാനത്ത് തുടരുന്നത് എന്നൂടെ ഓർത്ത് വെക്കുക. 3ാം സ്ഥാനം ഐസ്ലാൻഡ് ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും അവസാനമുള്ള രാജ്യം അല്ലെങ്കിൽ 147ാം റാങ്ക്
നേടിയ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡും അവസാനം അഫ്ഗാനിസ്ഥാനുമാണ്. അതായത് നമ്മുടെ വെൽബീയിങ് റിസർച്ച് സെന്റർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഇപ്പൊ 8 വർഷമായിട്ട് ഫിൻലാൻഡ് തന്നെയാണ്, അവസാനം അഫ്ഗാനിസ്ഥാനാണ്, രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് ആണ്. വെൽബീയിങ് റിസർച്ച് സെന്റർ ആണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം കൂടെ നോക്കാം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 125, 118, 108, 95. ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ആള് 147 ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118, മറന്നു പോകരുത്. ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്, ലാസ്റ്റ് അഫ്ഗാനിസ്ഥാനാണ്. അതായത് നമ്മുടെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ റിസർച്ച് വെൽബീയിങ് റിസർച്ച് സെന്റർ ആണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. 2025 ലോക വനദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് പ്ലാസ്റ്റിക്സ്, ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ഫോറസ്റ്റ് ആൻഡ് ഫുഡ്, ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. എന്താണ് ലോക വനദിനം? കോഡറിയാമല്ലേ ഇല്ലേ? വനജയുടെ കാലിൽ ക്ഷയം, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്, വനജയുടെ കാലിൽ ക്ഷയം. അപ്പൊ ലോക വനദിനം എന്നാണ്? വനദിനം മാർച്ച് 21. അടുത്തത് വനജ ജലദിനം. രണ്ടാമത് വരുന്നത് ഏതാണ്? ജലദിനം. വനജ ജലദിനം മാർച്ച് 22. കാലിൽ ക്ഷയം, കാലെന്ന് വെച്ചാൽ ഏതാ? കാലാവസ്ഥ ഇല്ലേ? അപ്പൊ കാലാവസ്ഥാ ദിനം മാർച്ച് 23. ദെൻ ക്ഷയദിനം മാർച്ച് 24. ഇങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. വനജയുടെ കാലിൽ ക്ഷയം മാർച്ച് 21 വനദിനം, ജലദിനം, അതുപോലെ കാലാവസ്ഥാ ദിനം, ക്ഷയദിനം മാർച്ച് 22, 21, 22, 23, 24. പിന്നെ നാടക ദിനം ഉണ്ട് മാർച്ച് 27, അതും വേണമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2025 ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2025 നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി ഏതായിരുന്നു എന്നാണ് ചോദ്യം. 2025 നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ഏതാണ്? 2025 നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി? അത് ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ന്യൂഡൽഹിയാണ്. അതായത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ 2ാമത്തെ എഡിഷൻ ആണ് നടന്നത്. ഭാഗ്യചിഹ്നം ഉജ്ജ്വല, ഒരു ഉജ്ജ്വല എന്ന കുരുവിയാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം. 2023 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കിരീടം നേടിയത് ഹരിയാനയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അടുത്തിടെ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഗ്രാമയാത്ര എന്ന ചിത്രം അമൃത ഷെർഗിൽ, MF ഹുസൈൻ, രാജാ രവിവർമ്മ, നന്ദലാൽ ബോസ് ആരുടേതാണ്? ഗ്രാമയാത്ര അത് MF ഹുസൈൻ്റെതാണ്. അതായത് 118 കോടി രൂപയ്ക്കാണ് ഈ ചിത്രം വിൽപ്പന നടന്നേക്കുന്നത്. ഈ അമൃത ഷെർഗിലിന്റെ ഒരു ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രം അത് 2023 61.8 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. അമൃത ഷെർഗിലിന്റെ ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ഒരു ചിത്രം അത് 2023 61.8 കോടി രൂപയ്ക്കാണ് വിറ്റത്. ആ റെക്കോർഡ് തകർത്തിട്ടാണ് 118 രൂപയ്ക്കാണ് ഈ ചിത്രം വിറ്റുപോയത്. ഗ്രാമയാത്ര ഇത് വരച്ചത് MF ഹുസൈൻ ആണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ക്വിക്കായിട്ട് റിവിഷൻ നടത്താം. ISRO മുൻ ചെയർമാൻ S സോമനാഥിനെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപദേശകനായി നിയമിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആതിഥേയ രാജ്യങ്ങളില്ലാതെ 2026 നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ആദ്യ രാജ്യം ജപ്പാൻ. ആതിഥേയ രാജ്യങ്ങൾക്ക് ഓൾറെഡി പെർമിഷൻ ഉണ്ട്. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഫിൻലാൻഡ്, 118 ഇന്ത്യ, ഏറ്റവും ലാസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. തുടർച്ചയായിട്ട് 8 വർഷമായിട്ട് നമ്മള്
ഫിൻലാൻഡ് ആണ് 1ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം 118. 2025 ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23, ക്ഷയദിനം മാർച്ച് 24. 2025 നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി. അടുത്തിടെ ഏറ്റവും ഉയർന്ന ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഗ്രാമയാത്ര എന്ന ചിത്രം വരച്ചത് MF ഹുസൈൻ ആണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. www.challengerap.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ ഇപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ഇതൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് www.challengerap.in എന്ന വെബ്സൈറ്റിൽ കയറി ഇവിടെ നമ്മുടെ കോഴ്സുകളെല്ലാം കാണാം. ഡിഗ്രി പ്രിലിംസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജസ്റ്റ് കോഴ്സ് എടുക്കുക, അവിടെ കാണാം. സിലബസ് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് സെഷൻസും ഉണ്ട്, മോക്ക് ടെസ്റ്റ്, റിവിഷനും മെന്റൽ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ബൈ നൗ കൊടുക്കുക. അപ്പം ഇവിടെ ജോയിൻ കോഴ്സ്, അവിടെ ബൈ നൗ കൊടുക്കുക, അവിടെ സജിത എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. അപ്പൊ ഏകദേശം 2000 രൂപ മാത്രമേ കോഴ്സ് ഫീ ഉള്ളൂ. നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. താല്പര്യമുള്ള ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഡെയിലി ഉള്ള ഈ ഒരു സെഷൻ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ ഫോളോ ചെയ്യുക. വീണ്ടും നാളെ നമുക്ക് കാണാം. താങ്ക് യു ഓൾ. നാളെ ഇപ്പൊ സൺഡേ ആണ്, മൺഡേ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.